സുഹൃത്തുക്കളെ നമസ്കാരം. ഐറൺ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് മനോഹരമായിട്ടുള്ള ഒരു വീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പൊ ഈ കാണുന്ന എലിവേഷനിലുള്ള കിഡിലൻ ഒരു പ്രോപ്പർട്ടിയാണ്. അത് BMBC റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു ഫ്രണ്ടേജ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ റോഡ് നോക്കിയേ, ടാറിട്ട റോഡ് 10 മീറ്ററോളം വരുന്ന റോഡാണ്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് അറിയണ്ടേ? ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി മലയിടംതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് അത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഈ കിഡിലൻ എലിവേഷനിൽ ഒരുക്കിയിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒത്തിരി ആളുകൾ വീടുകൾ നോക്കുന്നവരുണ്ട്, ഒരുപാട് സ്പേസ് ഉള്ള വീടുകളാണ് നോക്കാറ്. അപ്പോൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഇതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കോമ്പൗണ്ട് വാളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ കോബിൾ സ്റ്റോൺ ആണ് ഈ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 ഗേറ്റാണ് നമുക്ക് വരുന്നത്. ഒരു ഗേറ്റ് ഇവിടെയും വരുന്നുണ്ട്. അതുപോലെ മെയിൻ ആയിട്ടുള്ള ഗേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പൊ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നല്ല നാച്ചുറൽ ഗ്രാസും എല്ലാം വിരിച്ച് അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഏകദേശം ഒരു 7-8ഓളം വാഹനം തന്നെ പാർക്ക് ചെയ്തതിൻ്റെ അകത്ത്. അപ്പം 14,600 ഉണ്ട് സ്ഥലം. അതുപോലെ 4000 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. 4 ബെഡ്റൂം വരുന്നുണ്ട്. അപ്പൊ ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഗ്രാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല കോമ്പൗണ്ട് വാളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ച് വളരെയധികം ഭംഗിയിൽ തന്നെയാണ് ഇതിന്റെ എലിവേഷൻ തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നടന്നാലും ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് ഇത്ര സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ചുറ്റും നമുക്കൊന്ന് നടന്ന് കാണാം. ഇതില് നമുക്ക് കിണർ സൗകര്യമുണ്ട്. കിണർ കൂടാതെ തന്നെ നമുക്ക് ബോർവെലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പേസ് നമുക്ക് ബാക്കിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വലിയൊരു കിണർ ഇവിടെ വരുന്നുണ്ട്. അത് നല്ലൊരു ശുദ്ധമായ വെള്ളം നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇനി അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഇത്രം കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ലാൻഡ്സ്കേപ്പിലൊക്കെ ഈ എത്ര വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് നോക്കി. പിന്നെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഈ ഒരു സൈഡിൽ മൊത്തം നമുക്ക് പ്ലാന്റ്സുകൾ കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു സ്ട്രക്ചറിലാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത്, ഈ കാർ പോർച്ച്. അതിൽ സീലിംഗ് വർക്കൊക്കെ നല്ല മനോഹരമായി സ്പോട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിമനോഹരമായി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഗേറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് വരുന്നത്. അതുപോലെ ഓട്ടോമേഷനിലാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇനി നമുക്ക് അകത്ത് കാഴ്ചകളിലേക്ക് കിടക്കാം. കയറി വരുമ്പോൾ തന്നെ 3 സ്റ്റെപ്പിലായിട്ട് ഒരു സിറ്റ് ഔട്ട് പോലെ ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ മനോഹരമായിട്ടുള്ളൊരു ഫ്രെയിമില് മെയിൻ ഡോറ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്മാർട്ട് ലോക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഫിംഗർ ലോക്കിലൊക്കെ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെ നോക്കി വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പാനൽ, അത് ഈ ഒരു ഭാഗത്തും നമുക്ക് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ വേണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെയധികം സ്പേസോട് കൂടിയിട്ടുള്ള ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 ഫേസ് കണക്ഷൻ ഒക്കെയാണ് ഇവിടെയായിട്ട് ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ടഫ്ലൻഡ് ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗമൊക്കെ ഈ ഒരു ഫ്രണ്ട് എലിവേഷനെ തന്നെ വ്യത്യസ്തമാക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഗ്ലാസ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. കയറുക.
ഇവിടെ ആയിട്ടാണ് ഒരു ഡൈനിങ് സ്പേസ് വരുന്നത് കേട്ടോ. ഏത് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നമുക്ക് നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും നമുക്ക് സ്പേസ്, വളരെയധികം സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ കണ്ട ഈ ഒരു ഫ്രെയിമിൽ തന്നെ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. മൊത്തം ഗ്ലാസ്സിലാണ് വരുന്നത്. ഇതൊരു ഫ്രെയിമിലാണ് ഇതിന്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാ ക്രോക്കറി ഷെൽഫുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ 3 ഫേസ് കണക്ഷൻ ആണ്. L&Tയുടെ ആണ് അതിന്റെ ഈ ഒരു DB വരുന്നത്. അതുപോലെ സെമി ഫർണിഷ്ഡോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ വന്നേ. ഈ ഒരു ഭാഗത്ത് നിന്ന് കയറി നോക്കുമ്പോൾ തന്നെ നല്ലൊരു വാട്ടർ ഫൗണ്ടൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്ത് നിന്ന് നമ്മൾ തിരിച്ച് നേരെ ഇങ്ങോട്ട് കറങ്ങി വന്ന ആ ഒരു സ്പേസിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അതുപോലെ അതെ ഇവിടെ ആയിട്ടൊരു ചെറിയ ഒരു പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കിണർ വരുന്നത് ആ ഒരു ഭാഗത്താണ്. പിന്നെ വേറെ എന്താണ്, മോഡുലർ കിച്ചണാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു L ഷേപ്പ് കിച്ചൺ സ്ലാബില് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹോബ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. അപ്പർ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് സെക്കൻഡ് കിച്ചൺ ആയിട്ട് വരും. എന്താ ടോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും നമുക്ക് സെക്കൻഡ് കിച്ചണിലും നമുക്ക് ഹോബും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്താണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഒക്കെ ഒരു ഡോർ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് താഴെ 2 ബെഡ്റൂം ഉണ്ട്. ഇതൊരു ബെഡ്റൂം കേട്ടോ. അപ്പൊ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്കുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ഫ്രെയിം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് വാൾറോബിന്റെ സ്ഥാനം വരുന്നത്. ഒരു ഡ്രസ്സിംഗ് റൂമാണ്. അപ്പൊ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ലൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. റോക്കയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. അതുപോലെ കൺസീൽഡ് ഫിറ്റിംഗ്സ് എല്ലാം റോക്കയുടെ ആണ് ഈ ഒരു ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. അതുപോലെ അതെ കണ്ടാ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും സ്പേസ് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു മെറൂം കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇതിൽ നമുക്ക് കണ്ടാ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പൊ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ അത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡബിൾ ഹൈറ്റിലാണ്. ഹാങ്ങിങ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായി തന്നെ വ്യത്യസ്തമായിട്ടുള്ള ടൈലുകളും വളരെ കളർഫുൾ ആയിട്ട് തന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്ത് അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡ് റെയിലേക്ക് വരികയാണെങ്കിൽ കണ്ട ഇതൊക്കെ ഫുള്ള് നമ്മൾ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന തടിയും നോക്കിയാലും നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ആ റൂമിലേക്കൊന്ന് കാണിച്ചു.
ഇവിടെ ഒരു ബെഡ്റൂം കേട്ടോ. ഇതേപോലെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇതിന്റെ പ്രൈസിലേക്ക് നമുക്കൊന്ന് കാണാം. കേൾക്കാം. വാ, ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് കാണാനുള്ളത്. ഒരു തിയേറ്റർ റൂം കേട്ടാ. എസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. വാ, ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ളൊരു സൗകര്യം ഇവിടെ നിന്ന് ഇതും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കയറി. ഇതാണ് മെയിൻ ആയിട്ടുള്ള ബാൽക്കണി കേട്ടാ. എന്തൊരു ആംബിയൻസ്, നല്ല ഇരിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യം. അത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള നമുക്കൊരു എന്താ പറയാ, നല്ലൊരു ഫീലിംഗ് നമുക്കിവിടെ കിട്ടും. പിന്നെ തൊട്ടടുത്ത് നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇനി നമുക്ക് ഈ വീടിന്റെ പ്രൈസിലേക്കാണ് കിടക്കേണ്ടത്. ഈ ബെഡ്റൂം നമ്മൾ കാണിച്ചാണോ? ഇവിടെ വലിയൊരു ഫ്രെയിം വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇനി നമുക്കറിയാനുള്ളത് ഈ വീടിന്റെ പ്രൈസും ഇതിന്റെ ലൊക്കേഷൻ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ പെരുമ്പാവൂര് പോകുന്ന റൂട്ടിലാണ്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള BMPC റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു എലിവേഷനിൽ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. 14,600 ഉണ്ട് സ്ഥലം. അതുപോലെ 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് സെമി ഫർണിഷ്ഡോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഗേറ്റ് ഒക്കെ വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ കിണറുണ്ട്, ബോർവെൽ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിലയിലേക്ക് അടക്കുകയാണെങ്കിൽ എത്രയാണെന്നറിയാവോ? എത്രയാണ്? 2,98 ലക്ഷം രൂപയാണ്. 2,98 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിക്കാം. നല്ല ഡീലാണ്. ഈ ഡീലിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ വീണ്ടും കാണാം. നല്ല പ്രോപ്പർട്ടികൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാനും മറക്കരുത്.